പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. അവന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമാണ്. വി ആർ സ്പെൻഡിങ് വാല്യൂ ടൈം വിത്ത് ക്രൈസ്റ്റ് ജീസസ്. കർത്താവിനോട് കൂടെ ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിക്കും ഞാൻ ഉറപ്പോടെ പറയാം, ഒന്നിനും കുറവ് വരത്തില്ല. യു വിൽ ലാക്ക് നത്തിങ് ഇൻ യുവർ ലൈഫ്. ആ കർത്താവിന്റെ കൂടെ നടക്കുന്ന, കർത്താവിന്റെ ശബ്ദം കേട്ട് നടക്കുന്ന, കർത്താവിന്റെ വചനത്തിൽ ആശ്രയിക്കുന്ന ഒരാൾ പോലും താന്ന് പോകത്തില്ല. ദൈവവചനം നമ്മളോട് മത്തായി സുവിശേഷത്തിൽ പറയുന്നത്, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവർ പാറമേൽ അടിസ്ഥാനപ്പെട്ട് ഭവനം പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവർ. കേൾക്കുക മാത്രമല്ല, വി ആർ ദ ഹിയറേഴ്സ് ഓഫ് ദ വേർഡ്. നമ്മൾ വചനം വായിക്കുന്നവരാണ്, വചനം ധ്യാനിക്കുന്നവരാണ്, വചനം കേൾക്കുന്നവരാണ്. അത് കേട്ട് ഇങ്ങനെ പോരാ, പ്ലീസ് ആ വചനം ഉപയോഗിക്കണം. ഈ ദൈവവചനം, ഈ മറിയ ആ ദൂതന്റെ വാക്ക് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആ ഹൃദയത്തിൽ സംഗ്രഹിച്ച കാര്യം താൻ കാനാവിലെ വീട്ടിൽ താൻ ആദ്യമായിട്ട് ഇറക്കി വിട്ടു. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. ആ കേട്ട് പോയിട്ട് കാര്യമില്ല. പ്ലീസ്, ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിന് തലക്കെട്ടിട്ടിരിക്കുന്നത് നോട്ട് ഓൺലി ബൈ പ്രയർ, പ്രാർത്ഥന മാത്രമല്ല, നിങ്ങളുടെ വാക്കിന് അസാധാരണമായ ശക്തിയാണ്. നിങ്ങൾ വായിൽ നിന്നും വാട്ട് യു സ്പീക്ക് ദാറ്റ് മാറ്റേഴ്സ്. നിങ്ങൾ എന്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ്. പല വിഷയത്തിന്റെ അകത്ത് നമ്മൾ പല വിഷയം മാറാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ലതാണ്. പക്ഷേ വാട്ട് മാറ്റേഴ്സ് ഇസ് വാട്ട് യു സ്പീക്ക്. നിങ്ങൾ എന്ത് സംസാരിക്കുന്നു, ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് സംസാരിക്കുന്നു, അതിന് ഭയങ്കരമായ പ്രാധാന്യമുണ്ട്. വചനത്തിൽ പറഞ്ഞിരിക്കുക, മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുക, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടി പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു സത്യം ചെയ്തിട്ട് പറയാ, നിങ്ങൾ പറഞ്ഞാൽ, ഈ മലയോട് പറഞ്ഞാൽ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തോട്, പ്രതികൂലത്തോട് പറഞ്ഞാൽ അത് കടലിൽ ചാടിപ്പോകും. എത്ര മല പോലെയുള്ള വിഷയമാണേലും, ഇളകാതെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന വിഷയങ്ങളാണേലും പല പ്രാവശ്യം പറഞ്ഞു കാണും. പിന്നെയും പറയണം, മടുപ്പ് കൂടാതെ പറയണം, കിട്ടുന്നിടം വരെ പറയണം. അതിലെ ഒരു കൂട്ടുകാരന്റെ അടുത്ത് നിന്ന് താൻ അപ്പം ചോദിച്ചു, താൻ പറഞ്ഞു എന്റെ കൂടെ കുഞ്ഞുങ്ങൾ കിടക്കുക, അതുകൊണ്ട് എനിക്ക് ഇപ്പം തരാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ താൻ കിട്ടുവോളം മുട്ടിക്കൊണ്ടിരുന്നു. ആമേൻ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ മുടക്കം വരാതെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിന്റെ വിടുതൽ കാണുന്നിടം വരെ, ആ വിഷയത്തിന് വിടുതൽ ഉണ്ടാകുന്നിടം വരെ, ആ കടഭാരം മാറുന്നിടം വരെ, ആ രോഗം സൗഖ്യമാകുന്നിടം വരെ മടുപ്പ് കൂടാതെ, മടി കൂടാതെ, ക്ഷീണിച്ചു പോകാതെ. അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ലെന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നു. അതുപോലെ ചിലപ്പം വിശ്വാസ ജീവിതത്തിൽ ക്ഷീണം വരും, തളർച്ച വരും, പുറകോട്ട് പോകാൻ തോന്നും, മുമ്പോട്ട് പോകാൻ ഒരു ആരോഗ്യമില്ലാത്തതുപോലെ തോന്നുമോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ആ ദൈവദാസന് ശക്തിയില്ല, ഇപ്പം ഇവിടെ അത്ഭുതമൊന്നും നടക്കുന്നില്ല. കർത്താവല്ല ചെയ്യുന്നത്. ആ നമ്മളെ വിളിച്ച സഭയിൽ, നമ്മളെ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്ന നമ്മുടെ സഭയിൽ, നമ്മുടെ ഭവനത്തിൽ നമ്മൾ ഉറപ്പോടെ നിൽക്കുമ്പോൾ കർത്താവ് അവിടെ അത്ഭുതം ചെയ്യും. ഓടി നടക്കാൻ പറ്റത്തില്ല. ഞാനൊരു വീട്ടിൽ ഒരപ്പനും അമ്മയ്ക്കും ഒരു മകളായി ജനിച്ചു. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ വീട്ടിലെ ഇതിലും നല്ല സൗകര്യം എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നാൽ മകളാവൂ? ഇല്ലെന്നേ. നിങ്ങളെ വിളിച്ച സഭയിൽ, നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ദൈവദാസന്മാരുടെ അടുത്ത് നിങ്ങൾ നിന്നാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും മാറും. ഓടി നടക്കരുത്. ആരാണ്ട് എന്നാ അതൊന്നും പറയാനില്ല ഞാൻ വന്നത്, പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോവുക, ഓടി നടക്കരുത്. വെറുതെ പറയുന്നു, Holy Spirit pushes something out. When the Holy Spirit pushes something out, it is for someone, definitely for someone. നിങ്ങളുടെ അനുഗ്രഹത്തിന് അതൊക്കെ തടസ്സമാണ്. ഓടി നടക്കരുത്. ആയിരിക്കുന്നിടത്ത്, ആയിരിക്കുന്ന സഭയില്,
ആ ഇരിക്കുന്ന ദൈവദാസന് കീഴ്പ്പെട്ട് ആത്മാവില് നിങ്ങളെ നടത്തുന്നവർക്ക് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടതാകിയാൽ അവർ ഞെരങ്ങിക്കൊണ്ടല്ല എന്ന് ദൈവജനം പറയും. ഒരു സന്തോഷത്തോടെ നിങ്ങളെ നടത്തുന്ന ദേവദാസന്മാർ, നമ്മുടെ മുകളിൽ കർത്താവാക്കി വെച്ചിരിക്കുന്ന ദേവദാസന്മാർ, അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, അവരുടെ മനസ്സിൽ ഓർക്കുമ്പോൾ അവർക്ക് തണുപ്പുണ്ടാകണം. ഒരു പട്ടണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതായിരിക്കണം അവരുടെ ഏറ്റവും വലിയ ധൈര്യം. ഹി വിൽ ടേക്ക് കെയർ, they will take care. ഇന്ന് പറയുമ്പം എനിക്കൊരു കാര്യം കൂടെ പറയണം. ഇന്നലെ ലൈവിന്റെ അകത്തുനിന്ന് 2 ചോദ്യങ്ങൾ വന്നായിരുന്നു. രണ്ടുപേരും ഒരേ കാര്യങ്ങളാണ് ചോദിച്ചത്. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു. ഡോണ്ട് ടേക്ക് യുവർ ഇഷ്യൂസ് ടു യുവർ ലീഡർ. നിങ്ങളുടെ നടത്തുന്നവരുടെ അടുത്ത് നിങ്ങളുടെ പ്രശ്നമായിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ പോകരുത്, അവർ നിങ്ങളുടെ തലയിൽ തന്നെ വെച്ച് വിടുമെന്ന് പറഞ്ഞു. അതെന്താണ് ബ്രദർ, അതെന്തുകൊണ്ടാണ് ബ്രദർ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. പ്ലീസ്, ഈ യേശു ശിഷ്യന്മാരെ കർത്താവ് എംപവർ ചെയ്യുന്നുണ്ട്. കർത്താവ് ആദ്യം രോഗികളെ സൗഖ്യമാക്കുന്നു, പിന്നെ കർത്താവ് ശിഷ്യന്മാരെ അയക്കുന്നു. ശിഷ്യന്മാർ വരുമ്പം അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, they were amazed about the miracles. ഞങ്ങളുടെ കയ്യാൽ ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. പിന്നെ കർത്താവ് അവരെ അയക്കുന്ന സമയത്ത് അവരുടെ കയ്യാൽ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും നടക്കുന്നത് അവരുടെ കൈകൊണ്ട് കർത്താവ് കണ്ടു, അല്ലെ? അവരുടെ കയ്യാൽ നടക്കുന്നത് അവർ കണ്ടു. അപ്പം ഈ പലപ്പോഴും നമ്മളെ നടത്തുന്ന ദൈവദാസന്മാർ, കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അകത്ത് കർത്താവ് ചില പൊട്ടൻഷ്യൽ വെച്ചിട്ടുണ്ട്. അത് പുറത്തെടുക്കണമെങ്കിൽ, ഇപ്പം എന്റെ കൂടെ എന്നോട് തോളോട് തോള് ചേർന്ന് നിൽക്കുന്ന അനേക സഹോദരന്മാരുണ്ട്. ഐ വിൽ ഡെസിഗ്നേറ്റ്. ഞാൻ പല കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ട് പല കാര്യങ്ങൾ കൊടുക്കും. എനിക്ക് ചെയ്യാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷെ ഐ വിൽ ഡെസിഗ്നേറ്റ്. എന്തുകൊണ്ടാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നറിയോ? അവരുടെ അകത്ത് ദൈവം ചില പൊട്ടൻഷ്യൽ വെച്ച്, നമ്മുടെ അകത്തുള്ളതിനേക്കാൾ അധികം അവരുടെ അകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. അത് കാണണമെങ്കിൽ, അത് പുറത്തു വരണമെങ്കിൽ അത് ഡെസിഗ്നേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് എന്നെ നടത്തിയ കർത്താവിന്റെ ദാസന്മാരിൽ നിന്നാണ് പഠിച്ചത്. കർത്താവദാസൻ തങ്കുബ്രർ, തോംസുട്ടി വേറെ, പലപ്പോഴും അവര് ഞങ്ങളെ എല്ലാം അയക്കുമ്പോൾ, ഉപയോഗിക്കുമ്പം പലപ്പോഴും അവരുണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യണ്ടായിരുന്നു എന്ന് പലപ്പോഴും ചിന്തിച്ച സമയങ്ങളുണ്ട്. പക്ഷേ അവൻ ആഗ്രഹിക്കുന്ന അതല്ല, നമ്മുടെ അകത്ത് കർത്താവ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ അവരുടെ ശുശ്രൂഷയിൽ നിന്ന് നമ്മൾ പ്രാപിച്ച, ഇപ്പം നിങ്ങൾ സ്വർഗീയവരുന്നിലെ ഓരോ സഹോദരങ്ങളും, അല്ലെ, ഓരോ ശുശ്രൂഷകരെ നിങ്ങൾ നോക്കിയാൽ കുറച്ച് തങ്കുബ്രദറിന്റെ ഒരു പോർഷൻ കാണും, കുറച്ച് തോംസുട്ടുകാരന്റെ ഒരു പോർഷൻ കാണും. ഇവരുടെ രണ്ടുപേരുടെയും മിക്സാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ശുശ്രൂഷയിൽ ഇരിക്കുന്നത്. അപ്പൊ അത് പുറത്ത് എടുക്കാൻ കഴിഞ്ഞ നാളുകളിൽ അവര് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്തത് എന്താണെന്ന് കാണാൻ അവർ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ലീഡറിന്റെ അടുത്തോട്ട് ഒരു ആവശ്യത്തിന് നിങ്ങൾ ചെന്നാൽ നിങ്ങളുടെ തലയെ വെച്ച് തന്നെ വിടും. അത് നിങ്ങൾ ചെയ്യും. കാരണം നമുക്ക് പ്രാപ്തിയുണ്ടല്ലേ, നമ്മളെ കർത്താവ് പ്രാപ്തരാക്കിയിരിക്കുകയാണ്. അവരുടെ അകത്തിരിക്കുന്ന അതേ യേശുവാണ് നമ്മുടെ അകത്ത് ഇരിക്കുന്നത്. അഭിഷേകത്തിന് വ്യത്യാസം കാണുമായിരിക്കും. ദ അനോയിന്റിംഗ് ഡിഫേഴ്സ് ഫ്രം പീപ്പിൾ ടു പീപ്പിൾ. വ്യക്തികൾ തമ്മിൽ അഭിഷേകത്തിന് വ്യത്യാസം വരും, പക്ഷേ അകത്തിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അത് എങ്ങനെയാ അഭിഷേകത്തിന് വ്യത്യാസം വരുന്നത്? അത് ഉപയോഗിക്കും തോറും, when you use it more, നിങ്ങളുടെ അഭിഷേകം കൂടുതൽ, നിങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന അഭിഷേകം, നിങ്ങളുടെ വിളി, അത് കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, അത് നിങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുമ്പോൾ ഫ്രഷ് ഓയിൽ വിൽ കം ഡൗൺ. പുതിയ അഭിഷേകം നിങ്ങളുടെ മേൽ കർത്താവ് അയക്കും, പുതിയ നിറവ് നിങ്ങളുടെ മേൽ വരും. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അതിനെ അങ്ങനെ എടുക്കരുത്. കർത്താവ് നോക്ക്, ശിഷ്യന്മാരോട് കർത്താവ് പറയല്ലേ, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പ്, ഇന്നലെ നമ്മളത് പറഞ്ഞതാ, നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യാം, ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. കാരണം അവരുടെ അകത്തുള്ള പൊട്ടൻഷ്യൽ, അവരുടനെ കാശിലോട്ട് നോക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ 200 ഉള്ളൂ, നോക്ക്, കാശ് എടുക്കണ്ടെന്നല്ലേ കർത്താവ് പറഞ്ഞു. അവരെ അയക്കുമ്പോൾ നിങ്ങൾ പകരത്തിന് ഒന്നും എടുക്കണ്ട, നിങ്ങൾ ഒന്നും കരുതണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ യോഗ്യമായ ഒരു വീട്ടിലോട്ട് നിങ്ങൾ ചെല്ലണം, അല്ലെ? ഐ ആം ദെയർ ഫോർ യു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നോക്ക്, അപ്പൊ നമ്മുടെ അകത്ത് കർത്താവ് കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനൊരു സാക്ഷ്യം, ആദ്യകാലത്ത് ക്രൂസൈഡ് ഒക്കെ വെക്കുമായിരുന്നു. ഞാൻ പല കാര്യങ്ങൾ കണ്ടതാ ഇപ്പൊ അപ്പത്തേക്കും നോട്ടീസൊക്കെ അടിക്കണമെങ്കിൽ റേച്ചൻ തോമസ് കുട്ടിബ്രാന്റെ വീട്ടിൽ പോയിരുന്നു. തോമസ് കുട്ടിബ്രാർ പറയുന്നത് പോലെ എല്ലാം എഴുതി എല്ലാം ഇത് ചെയ്ത് ഒക്കെ. പക്ഷെ ഇപ്പൊ ഒരു ക്രൂസൈഡ് വെക്കണമെന്ന് പറയുമ്പോ ചിലതെല്ലാം എഴുതിയിട്ട് അതുപോലെ എല്ലാം ചെയ്തിട്ട് സാറിനൊന്ന് നോക്കിക്കേന്ന് പറയത്തേ.
എനിക്ക് ആ സഹോദരൻ മനസ്സിലാവും. വർഷമായിട്ട് ചില കറക്ഷൻസ് ഒക്കെ തോമസ് ഉഡുവർ അന്നേരം വരുത്തും, ചില കാര്യങ്ങളൊക്കെ തോമസ് ഉഡുവർ വരുത്തും. അതാ പറഞ്ഞത്, നമ്മുടെ ഉള്ളിലുള്ളത് അന്നും ഇന്നും അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളൊരു കുഞ്ഞിനെ വളർത്തുമ്പോൾ, ഒരു കൊച്ചു കുഞ്ഞിനെ വളർത്തുമ്പോൾ ആദ്യം അവർക്ക് പാല് കൊടുക്കും, ആദ്യം ബ്രസ്റ്റ് ഫീഡ് ചെയ്യും, അത് കഴിഞ്ഞ് എന്നാക്കിയാ കൊടുക്കുന്നത്, കുറുക്ക് കൊടുക്കും, പാല് കൊടുക്കും, അത് കുറച്ച് ചോറ് കൊടുക്കും, മുട്ടയുടെ ഒരു പോർഷൻ അവർക്ക് കൊടുക്കും, രണ്ട് മുട്ട ഒന്നിച്ച് പുഴുങ്ങി തള്ളി വെച്ച് കൊടുക്കും. ഇല്ല അവർക്ക് അപ്പൊ കുറച്ചായിട്ട്. പക്ഷെ വീണ്ടും അത് വളർന്നു കഴിഞ്ഞ് 10, 20, 25 വയസ്സായിട്ട് അമ്മയെ പാലെന്ന് പറഞ്ഞു നിന്നാൽ എങ്ങനെ ഇരിക്കും? ഓടണമെന്ന് പറയല്ലേ. അതുപോലെ വളർത്തുന്ന ഓരോ കാര്യങ്ങള് ചെയ്യുമ്പോഴ് ഇപ്പൊ അങ്ങനെ ഞാനുണ്ട് പുറകില്ല. അതാ ഉദ്ദേശിച്ചത്. ക്രിസ്തുവിൽ വളരണം. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വിഷയങ്ങളുമായിട്ട് ഒരിക്കലും നിങ്ങളുടെ ലീഡറിന്റെ അതിനുള്ള കപ്പാസിറ്റി കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നാൽ അവരുടെ പ്രാർത്ഥന, അന്ന് ഒരു സഭയെ 2 സഭയെ നോക്കിയാൽ മതി. ഇന്ന് 10-30 അന്ന് വളർന്നില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ 100-400 സഭയായപ്പോ എല്ലാ സഭയും കൂടെ നോക്കാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് എത്രയോ ഉത്തരവാദിത്തങ്ങൾ നമ്മളെ നടത്തുന്ന ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. സോ അവരെ മാക്സിമം അവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്കായിട്ട് റിലീസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കൊരു ശുശ്രൂഷ കർത്താവ് തന്നിട്ടുണ്ട്, അത് ഉപയോഗിക്കണം. നിങ്ങൾ അത് ഉപയോഗിക്കും തോറുമേ നിങ്ങളുടെ പൊട്ടൻഷ്യൽ അകത്തുനിന്ന് പുറത്തു വരത്തുള്ളൂ. വിശ്വസിക്കുന്നവരുടെ ദൈവവചനം പറയുന്നത്, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അകത്ത് വലിയൊരു റിസർവയർ കർത്താവ് വെച്ചിട്ടുണ്ട്, അത് പുറത്തു കൊണ്ടുവരണം. ടേക്ക് ഇറ്റ് ഔട്ട്. ഞാൻ എല്ലാ ദൈവമക്കളോടും പറയാം, അസാധാരണമായ ഒരു മഹത്വം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ഷീന വായിച്ച ആ ദൈവവചനം ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് പോലെ സംഭവിക്കുമെന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ. പ്രാർത്ഥന കൊണ്ട് മാത്രം ആയില്ല. പ്രയർ ഓൾസോ നീഡ്സ് യുവർ വേർഡ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസം ഷീന എനിക്കൊരു അനുഭവം ഉണ്ടായി. എന്നെ കർത്താവ് അത്ഭുതകരമായിട്ട് സൗഖ്യമാക്കി. എന്റെ 2 കാൽമുട്ടുകളും സൗഖ്യമായി. കഴിഞ്ഞ ദിവസം വെള്ളമൊക്കെ പൊങ്ങിക്കഴിഞ്ഞ് ആ വെള്ളത്തിൽ കൂടെ നമ്മുടെ ചർച്ചിലൊക്കെ സാധനങ്ങളൊക്കെ മാറ്റുമായിരുന്നു. വെള്ളത്തിലൂടെ ഭയങ്കരമായ ഒഴുക്ക. ഇങ്ങോട്ട് ഒഴുകി വരുമ്പോൾ ആ ഒഴുക്കിനെതിരെ നമ്മൾ നടന്നാണ് ഈ സാധനങ്ങൾ മാറ്റുകയും ടെന്റിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുകയും. എനിക്ക് ശക്തമായ ഒഴുക്കായിരുന്നുകൊണ്ട് മുട്ടിന്റെ മേളിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒഴുക്കിനെതിരെ ഞാൻ ഇച്ചിലൂടെ ഫോഴ്സ് എടുത്ത് അങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ എനിക്ക് മുട്ടിന് ഭയങ്കരമായ വേദന വന്നു. എന്റെ 2 മുട്ടുകൾ, ഞാൻ ആ വെള്ളത്തിൽ അവിടെ നിന്നു ഞാൻ. കാരണം അടുത്തൊരു ചൂട് പോലും എനിക്ക് വെക്കാൻ മേലാത്തതുപോലെ എനിക്ക് പെയിനായി. പ്രിൻസിപ്പൽ എന്നെ തിരിഞ്ഞു നോക്കി. എന്നെ സോനെ ഞാൻ പറഞ്ഞു, ശക്തമായ വേദനയാണ് മുട്ടിന്. പക്ഷെ പ്രിൻസിപ്പറെ ഒരു കാര്യം എനിക്കറിയാം, ദ ലോർഡ് ഹാസ് ഹീൽഡ് മീ. കർത്താവ് എന്നെ സൗഖ്യമാക്കിയതാണ്. ഞാൻ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവ് എന്നെ എനിക്ക് അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞു എനിക്ക് ഭയങ്കര വേദനയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവ് എന്നെ സൗഖ്യമാണ്. ആൻഡ് ദ പെയിൻ ഹാസ് ഗോൺ ആൻഡ് ദ പെയിൻ ഹാസ് വാനിഷ്ഡ്. എനിക്കൊരു കാര്യം, എന്റെ കർത്താവ് ചില കാര്യങ്ങളൊക്കെ ഈ കർത്താവിന്റെ സ്വഭാവം എന്നാണെന്നറിയോ? കർത്താവ് ഈ നമ്മളെ ഹി വിൽ അലൗ യു ടു ഗോ ത്രൂ ഇൻ സർട്ടൻ സിറ്റുവേഷൻ. ചിലതിലൂടെയൊക്കെ നിങ്ങളെ കടത്തിവിടും. അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവ് നോക്ക് ഒരു എഴുത്ത് തന്നിട്ട് നമ്മളെ പഠിപ്പിക്കുകയല്ല, ചില വിഷയങ്ങളിലൂടെ കടത്തിവിട്ടിട്ട് നമ്മളെ കുറെ കാര്യങ്ങൾ കർത്താവ് പഠിപ്പിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി, വി ഹാവ് ടു സേ, യു ഹാവ് ടു സേ. നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അണ്ടിൽ യു സീ ഇറ്റ്. നിങ്ങളത് കാണുന്നിടം വരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഐ സ്റ്റാർട്ടഡ് സ്പീക്കിംഗ്. ഞാൻ പറയാൻ തുടങ്ങി, ഇല്ല, ദ ലോർഡ് ഹാസ് ഹീൽഡ് മീ. കർത്താവ് എന്നെ സൗഖ്യമാക്കിയത്. ഐ ആം ഹീൽഡ്. ഐ എം ടോട്ടലി ഹീൽഡ്. ഐ എം ടോട്ടലി റിസ്റ്റോർഡ്. ഇതൊരു ടെമ്പററി സിറ്റുവേഷനാ. പെയിൻ എന്ന് പറയുന്നത് ഒരു ടെമ്പററി സിറ്റുവേഷനാ. ഇറ്റ് ഹാസ് ടു ഗോ. കാരണം എന്നാ, ജീസസ് ഹാവ് ഓൾറെഡി ഹീൽഡ്. ഞാൻ ദൈവമക്കളോട് പറയാം, ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പിന്നെയും കാണുന്നെങ്കിൽ, ചില കാര്യങ്ങളിലൊക്കെ അതിനെ ഡോണ്ട് അലൗ ഇറ്റ്, അതിനെ എന്ത് ചെയ്ത് സമ്മതിച്ചു കൊടുക്കരുത്. അത് അന്നേരം തോന്നിയെന്നേ ഉള്ളൂ, അത് പിന്നെ നോ, ജീസസ് ഹാസ് ഹീൽഡ് യു. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയതാണ്. ഇവിടെ കർത്താവ് ഈ വചനത്തിൽ ഷിന വായിച്ച 11:23, മർക്കോസിന്റെ സുവിശേഷം 11:23, ആരെങ്കിലും
ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് താൻ സംഭവിക്കാൻ പറയുന്നത് ഈ ഒരു സംശയവും വേണ്ട, സംശയിക്കരുത്. നോക്ക്, ഈ സാഹചര്യം കൂടെ ഒന്ന് പറയാം. കർത്താവ് ഒരു അത്തിയെ കർത്താവ് ശപിക്കുകയാണ്, അല്ലെ? കർത്താവ് അത്തിയിൽ ഫലം കാണാതെ വന്നതുകൊണ്ട് കർത്താവ് അത്തിയെ ശപിച്ചു. പിറ്റേ ദിവസം ആ വഴി വരുമ്പോൾ അത്തി വേരോടെ ഉണങ്ങി നിൽക്കുന്നത് ശിഷ്യന്മാർ കണ്ടു. ആ ശിഷ്യന്മാർ കണ്ട ഉടനെ കർത്താവ്, നീ ഇന്നലെ ശപിച്ച അത്തി ദേ വേരോടെ, കർത്താവിന് ഇതിനകത്ത് സംശയമൊന്നുമില്ല, അത് വേരോടെ ഉണങ്ങിയെന്ന് കർത്താവ് അവരോട് പറയുകയാണ്. ആരെങ്കിലും എനി പേഴ്സൺ, അതിൽ ജാതിയില്ല, അതിൽ മതമില്ല, അതിൽ സഭയില്ല, അതിൽ നിറമില്ല, അതിൽ അറിവില്ല, അതിൽ ഒറ്റ കാര്യം മതി, ഫെയ്ത്ത്. ഡു യു ബിലീവ്? ഇന്ന് രാവിലെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഡു യു ബിലീവ്? കർത്താവിന് ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂവിന്റെ അകത്ത് എന്റെ കർത്താവിനെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതിന്റെ അകത്ത് ദൈവപ്രവൃത്തി നടക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കും, എല്ലാം തീർന്നെന്ന് പറഞ്ഞിരിക്കും, ഒരു വഴിയും നിങ്ങൾ കാണാതെ എല്ലാ വഴികളും നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുകയായിരിക്കും. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്പീക്ക് ഓൺ ഇറ്റ്. നിങ്ങൾക്ക് അതിനോട് എന്തേ പറ്റത്തുള്ളൂ? സംസാരിച്ചേ പറ്റത്തുള്ളൂ. നമുക്ക് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ മുഴുവൻ സംസാരിക്കുന്നതായിരുന്നു. ജീസസ് വാസ് ടോക്കിംഗ്. കർത്താവ് നോക്കിയേ, കൊടുങ്കാറ്റിനോട് കർത്താവ് സംസാരിക്കുകയാണ്. ഈ രോഗികളോട് കാണുമ്പോൾ കർത്താവ് സംസാരിക്കുകയാണ്. നോക്ക്, ഒരു സൊറോഫോനിക്കക്കാരി സ്ത്രീ കർത്താവിന്റെ അടുത്ത് വരിക. ആ സൊറോഫോനിക്കക്കാരി സ്ത്രീ അന്യജാതിക്കാരിയാ. കർത്താവിന്റെ അടുത്ത് വരുമ്പം കർത്താവിന്റെ പുറകെ അവള് വരിക. ശിഷ്യന്മാര്, ഡിസൈപ്പിൾസ് ഗോട്ട് എംബാരസ്ഡ്. ശിഷ്യന്മാര് പറഞ്ഞു, കർത്താവെ എങ്ങനെയാലും ഇവളെ ഒന്ന് പറഞ്ഞുകൊണ്ട്, ഇവൾ കുറെ നേരമായി നമ്മുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഉടനെ കർത്താവ് അവളോട് പറയുന്ന, എന്റെ ഭൂതഗ്രസ്തരായ കുഞ്ഞിനെ സൗഖ്യമാക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് അവളോട് പറഞ്ഞു, നോക്ക്, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ല. പക്ഷെ അവിടെ വായിൽ നിന്ന് പുറപ്പെട്ട ഒരു വാക്ക്, ഉടനെ അവിടെ കണ്ടു വാക്ക്, അവിടെ വായിൽ നിന്ന് ഒരു വിശ്വാസത്തിന്റെ വാക്ക്, ഇനി തീർന്നു, രക്ഷയില്ല. കർത്താവ് ഉടനെ ദൈവം പോലും കൈവിട്ടു. അങ്ങനെ പറയാമല്ലോ. കർത്താവ് പോലും, നോക്കിയേ, കർത്താവ് ഓടി നടന്ന് രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ് പോലും എന്ത് ചെയ്യുന്നു? കൈവിട്ടു. ഈ കർത്താവ് കൈവിട്ടെങ്കിൽ പിന്നെ വല്ലതും, ഞാൻ ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഈ വാക്ക്, കർത്താവ് ഒരിക്കലും കൈവിടത്തില്ല. ബിക്കോസ് ഹി വിൽ നെവർ ആക്ട് അഗൈൻസ്റ്റ് ഹിസ് വേർഡ്. ഞാൻ ഒരു നാളും നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആ വാക്കിന് പുറകോട്ട് എന്റെ കർത്താവ് ഒരിക്കലും ഒന്നും ചെയ്യത്തില്ല. നോക്ക്, ഹി ഈസ് ബൗണ്ട് ടു ഹിസ് വേർഡ്. തന്റെ വചനത്തിന് കർത്താവ് ബന്ധിക്കപ്പെട്ടായിരിക്കും അറിയോ? കാരണം എന്നാന്നറിയോ? തന്റെ വചനത്തിന് വിരോധമായിട്ട് തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹി ഈസ് ഓൾറെഡി ബൗണ്ട് ടു ദ വേർഡ്. കർത്താവ് തന്റെ വചനത്തിൽ ബന്ധിക്കപ്പെട്ടാണ് ഇരിക്കുന്നത്. സോ നോക്ക്, കർത്താവ് സംസാരിക്കുകയാണ്. അവളോട് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. ഉടനെ പറഞ്ഞു, അയ്യോ ദൈവം പോലും കൈവിട്ടു. അങ്ങനെ അല്ല അവള് പറഞ്ഞത്. നോക്ക്, ആ മേശമേൽ നിന്ന് വീഴുന്ന അപ്പ നുറുക്കുകൾ കഴിച്ച് നായ്ക്കുട്ടികളും വിശപ്പ് അടക്കാറില്ലേ? ഈ ഒറ്റ വാക്ക്. അപ്പൊ വാക്കാണ് എപ്പോഴും സ്വർഗത്തെ ചലിപ്പിക്കുന്നത്. വാക്ക് എപ്പോഴും ദൈവത്തെ ചലിപ്പിക്കും. നിങ്ങളുടെ വായിൽ നിന്ന് ഈ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ പുറപ്പെടുന്ന വാക്കാണ് ഇമ്പോർട്ടന്റ്. എല്ലാം തീർന്നു, ദൈവം പോലും കൈവിട്ടു. അങ്ങനെ അല്ലല്ലോ അവള് പറഞ്ഞു. അങ്ങനെ ആയിരുന്നല്ലോ പറയേണ്ടത്. ഇന്ന് മനുഷ്യർ അങ്ങനെയാണല്ലോ പറയുന്നത്. ചില വിഷയങ്ങൾക്ക് കാണാത്തപ്പോ ദൈവം കൈവിടത്തില്ല കുഞ്ഞെ, നിന്നെ കൈവിടത്തില്ല, നിന്നെ തള്ളിക്കളയത്തില്ല, നിന്നെ ഉപേക്ഷിക്കത്തില്ല കർത്താവ്. ഉടനെ അവിടെ വാക്ക് കേട്ടപ്പോ പറഞ്ഞു, ഇതുപോലെ ഒരു വിശ്വാസം ഞാൻ ഇസ്രയേലിൽ പോലും കണ്ടിട്ടില്ല. കർത്താവ് ഒരു വാക്ക് അവിടെ പറയാണ്, നിന്റെ കുഞ്ഞ് സൗഖ്യമായിട്ടിരിക്കുന്നു. ഷീ ഈസ് ഓൾറെഡി ഹീൽഡ്. അപ്പൊ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കിലാണ് സൗഖ്യം, വിടുതൽ, അത്ഭുതം. നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, എന്ത് സംസാരിക്കുന്നു എന്നുള്ളത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വേണമെങ്കിൽ എഴുന്നേറ്റിരുന്ന് നെഗറ്റീവ് പറയാം, പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വേണമെങ്കിൽ അവിശ്വാസം പറയാം. പക്ഷേ അവിശ്വാസം പറയരുത്. അവിടെ വിശ്വാസം പറയണം. അവിടെ എന്ത് നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നോ അത് തന്നെ വിളിച്ചു പറയണം. ആ ശതാധിപൻ നോക്ക്, കർത്താവിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, എന്റെ വീട്ടിലോട്ട് നീ വരാൻ ഉള്ള യോഗ്യത എനിക്കില്ല, എനിക്കൊരു യോഗ്യതയില്ലാത്ത മനുഷ്യനാണ്. പക്ഷേ എനിക്കൊരു കാര്യം ഉണ്ടായി, ഞാൻ അധികാരം എന്നാണെന്ന് തിരിച്ചറിയുന്ന വ്യക്തിയാണ്. നീ ഒരു വാക്ക് കൽപ്പിച്ച
നോക്ക ഉടനെ കർത്താവ് പറയാണ് സച്ച് ബിഗ് ഫെയ്ത്ത്, ഇത്ര വലിയൊരു വിശ്വാസം ഇസ്രയേലിൽ പോലും കണ്ടിട്ടില്ല. നിന്റെ ബാല്യക്കാരൻ സൗഖ്യമായിരിക്കുന്നു. തിരിച്ചു വീട്ടിലോട്ട് പോകുന്ന വഴിയില് തന്റെ വീട്ടിൽ നിന്ന് ആള് വരുന്ന കണ്ടപ്പോ ചോദിച്ചു, അവൻ സൗഖ്യമായി എന്ന് പറഞ്ഞപ്പോ ഏപ്പം സൗഖ്യമായെന്ന് ചോദിച്ചപ്പോ പറയാണ്, കർത്താവ് പറഞ്ഞ ആ നാഴികയിൽ അവൻ സൗഖ്യമായി. അപ്പം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കാണ് നമ്മുടെ പ്രാർത്ഥന. പ്രാർത്ഥന ഈസ് ജസ്റ്റ് കണക്ടിങ് വിത്ത് ദ ഹെവൻലീസ്. സൂപ്പർ നാച്ചുറലുമായിട്ട് എന്നെ കണക്ട് ചെയ്യുന്നതാണ് പ്രാർത്ഥന. പക്ഷേ എന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ഒരു വാക്കും ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. കർത്താവ് നോക്ക്, കർത്താവ് വാക്കാണ് കർത്താവ് ഉപയോഗിച്ച്. ഹി കാസ്റ്റഡ് ഔട്ട് ഡിമൻസ്. ആ ഗദരദേശത്തോട്ട് കർത്താവ് കടന്നു പോകുമ്പം നോക്ക്, ഒരു ഭൂതഗ്രസ്തൻ എതിർപ്പെടുക, ആർക്കും അടക്കാൻ സാധിക്കാൻ, കല്ലറകളിൽ വസിക്കുന്ന, ജീവിതത്തിന്റെ ഫൈനൽ പോയിന്റിൽ ജീവിക്കുന്ന ഒരു വ്യക്തി. എല്ലാവരും അവസാന കല്ലറയിലോട്ട് പോകുന്നത്. ഈ പുള്ളി ജീവനോടെ ഇരിക്കുമെന്ന് തന്നെ കല്ലറയിൽ വസിക്കുന്നു. സമാന അനുഭവമുള്ള ചിലരെ എന്റെ കർത്താവ് പുറത്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹി വാസ് കൺട്രോൾഡ് ബൈ ആൻ ഈവിൾ സ്പിരിറ്റ്. ഭൂതം തന്റെ അകത്ത് ഈ ഭൂതം കയറുമോ? ഭൂതം എവിടെ വേണേലും കയറും. മേ കമിനെന്നൊന്നും ചോദിച്ചിട്ടല്ല ഭൂതം വരുന്നത്. നമ്മുടെ വേണ്ടാത്ത വാക്കുകൾ, നമ്മുടെ വേണ്ടാത്ത പ്രവർത്തികൾ, ഭൂതം അകത്ത് കയറും. സൈറ്റനിക് ഇൻഫ്ലുവൻസുകൾ ഉണ്ടാവും. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ രോഗികളെ കർത്താവ് സൗഖ്യമാക്കി. ചിലടത്ത് വന്നപ്പോഴത്തേക്ക് അവൻ ഭൂതത്തെ ശാസിച്ചു. നമ്മൾ ആ ചന്ദ്രരോഗം പിടിച്ച കുഞ്ഞിനെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് സൗഖ്യമാക്കാൻ പറ്റിയില്ല. കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ചോദിച്ചു, നിനക്ക് വല്ലതും കഴിയുമെങ്കിൽ എന്നെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു. കർത്താവ് എന്നെ വല്ലതും കഴിയുമോ? വിശ്വസിക്കുന്നവരാൽ സകലതും സാധിക്കുമെന്ന് പറഞ്ഞിട്ട് നോക്ക്, രോഗാത്മാവിനെ ശാസിച്ചു. അപ്പം അത് സിക്നസ് അല്ല, ഇറ്റ് ഈസ് എ സ്പിരിറ്റ് ഓഫ് സിക്നസ്. നിങ്ങൾ നേരിടുന്ന ചില ഫിനാൻഷ്യൽ പ്രോബ്ലം, നിങ്ങൾ നേരിടുന്ന ചില രോഗം, നിങ്ങൾ നേരിടുന്ന ചില കൺസേൺസ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുള്ള ചില പ്രതിസന്ധികൾ, അതിന്റെ പിന്നിലൊക്കെ ഒരു ഈവിൾ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിനെ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ കർത്താവ് എന്നെ പറഞ്ഞേ, ഉയർത്തെഴുന്നേറ്റ് യേശു ശിഷ്യന്മാരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ ഒരു കാര്യം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ they will cast out demons. ആ ഗദരദേശത്ത് എന്നപ്പം നോക്ക്, ഈ ഭൂതഗ്രസ്തൻ വന്ന് യേശുവിന്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി. ഉടനെ ഭൂതം പറയുകയാണ്, സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നു, ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിന്റെ അകത്തോട്ട്. അപ്പൊ അകത്തോട്ട് പോവോ? മറ്റുള്ളതിന്റെ അകത്തോട്ട് ഭൂതം പോവും. പന്നിക്കൂട്ടത്തിന്റെ അകത്തോട്ട് വിട്ടേക്കാൻ പറഞ്ഞു അല്ലേ? all the evil went into the swine. ആ പന്നിക്കൂട്ടത്തിന്റെ അകത്തോട്ട് അത് പോയി. അത് പന്നിയെല്ലാം കൂടെ കടലിൽ ചാടി ചത്തു അല്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വാക്ക്, your deliverance is waiting for your word. നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടുന്ന ഒരു വാക്കിനത് വെയിറ്റ് ചെയ്യുക. എനിക്കറിയാം, ഞാൻ ആരോടൊക്കെയോ ഇന്ന് സംസാരിക്കുന്നു. കൈവിട്ടിട്ടില്ല, പറയരുത് കൈവിട്ട. വേണമെങ്കിൽ ആ സ്വറൂഫോനിക്കൊക്കെ ആയിരിക്കും പറ, കൈവിട്ടില്ല. പക്ഷെ അവിടെ വാക്കുകൊണ്ട് അവള് പിടിച്ചെടുത്തു. നിങ്ങളുടെ വാക്കുകൊണ്ട് നിങ്ങളുടെ അത്ഭുതം എന്ന് പിടിച്ചെടുക്കാവോ? വാക്കിന് പിടിച്ചെടുക്കണം. നിങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റുന്നൊന്നുമില്ല. നത്തിങ് ഈസ് എഗൻസ്റ്റ് യു, എവറിത്തിങ് ഈസ് ഫോർ യു. എല്ലാം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുക. God has done everything for you. നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ട സകലതും എന്നെ കർത്താവ് തന്നു. And everything is waiting for your word. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് എന്താ നിങ്ങൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്? യേശു പറഞ്ഞ വാക്കുണ്ട്, ജോൺ 10:10 പറയുകയാണ്, അറപ്പാനും മുടിക്കാനും മോഷ്ടിക്കാനും അത്രേ സാത്താൻ വരുന്നത്. അപ്പൊ നോക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓർത്തോണം, there is an influence of evil spirit in your life. നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിന്റെ ഒരു പ്രവൃത്തിയുണ്ട്. പക്ഷേ you can cast it out simply in the name of Jesus. എന്നിട്ട് പറയാണ്, ഞാൻ വരുന്നത്, I come to give you life. ഞാൻ വരുന്നത് ജീവൻ തരാനും
സമൃദ്ധിയായി. എനിക്ക് ഒരു ട്രാൻസ്ലേഷൻ, ഏത് ട്രാൻസ്ലേഷനാണെന്ന് ഓർക്കുന്നില്ല. ഐ കം ടു ഗിവ് യു ലൈഫ് ആൻഡ് ലൈഫ് ഇൻ ഫുൾ. അതിന്റെ ഓപ്റ്റിമം എത്രയാ? ലൈഫിന് എത്ര വലിപ്പമുണ്ടോ അത്രയും വലിപ്പത്തിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈ പിശാചിന്റെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ശക്തി കൊണ്ട് മാത്രം പോകത്തില്ല. നീഡ്സ് യുവർ വേർഡ്. നിങ്ങളുടെ വാക്ക് വേണം, വിളിച്ചു പറഞ്ഞോണം. ഹാസ് ടു സേ ടു ദാറ്റ് മൗണ്ടൻ, യു ഹാവ് ടു സേ. ഹൃദയത്തിൽ സംശയിക്കാതെ. അവിടെ പറഞ്ഞ 2-3 കാര്യമുണ്ട്. വിശ്വസിച്ചുകൊണ്ട്, ഹൃദയത്തിൽ സംശയിക്കാതെ, നീങ്ങി കടലിൽ പോയി ചാടാൻ. കാസ്റ്റ് ഇറ്റ്. അതിനെ എന്ത് ചെയ്യണം? പോ. ഔട്ട് ഓഫ് മൈ ഹൗസ്, ഔട്ട് ഓഫ് മൈ ഫിനാൻസസ്, ഔട്ട് ഓഫ് മൈ ഹെൽത്ത്, ഔട്ട് ഓഫ് മൈ ചിൽഡ്രൻ, ഔട്ട് ഓഫ് മൈ ഫാമിലി ലൈഫ്. എവിടെയാ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്? ഔട്ട് ഓഫ് ദ ചർച്ച്. സഭയെ കയറോ ഭൂതം? സഭയ്ക്ക് ഭൂതം കയറും. പാസ്റ്റർമാർക്ക് ഭൂതം കയറും, പാസ്റ്റർമാർക്കും ഭൂതം കയറും. ആർക്ക് വേണേ ഭൂതം ഈസ് അവൈലബിൾ ഫോർ എനിബഡി. പക്ഷേ അൺലെസ് ആൻഡ് അണ്ടിൽ യു ആക്സസ് ഇറ്റ്, അവന് ഇടം കൊടുക്കരുത് എന്ന് വചനം പറയുക. പിശാചിന് ഇടം കൊടുത്ത അവൻ 7 പേരെയും കൂടെ വിളിച്ചുകൊണ്ട് വരും. അവന് ഇടം കൊടുക്കരുത്. അവന്റെ പ്രവർത്തികളെ നിങ്ങൾ അറിയാത്തവരല്ല. മനസ്സിലായി? അവൻ എങ്ങനെയാ പ്രവർത്തിക്കുക? അറപ്പാനും മുടിക്കാനും മോഷ്ടിക്കാനും. അങ്ങനെ അവൻ വരുന്നത്. അവന്റെ പ്രവർത്തികളെ എന്ത് ചെയ്യണം? അപ്പൊ ഇത് കാണുമ്പോൾ ഞാനൊരു കാര്യം പറയാം. കർത്താവ് പറഞ്ഞിട്ടുള്ള വിരോധമായി നിൽക്കുന്ന എല്ലാത്തിന്റെ അകത്തും പിശാചിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. നിങ്ങൾ കടന്നു പോകുന്ന ശാരീരികമായ പ്രയാസമായിരിക്കും, അതിന്റെ അകത്ത് പിശാചിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഔട്ട്. നിങ്ങൾക്ക് അതിന്റെ മേൽ യു ഹാവ് ദ അതോറിറ്റി, അധികാരമാണ്. എന്റെ കർത്താവ് എല്ലാവർക്കും അത് ഡെസിഗ്നേറ്റ് ചെയ്തു. വിശ്വസിക്കുന്ന എല്ലാവരുടെയും കാര്യം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. യു ബിലീവ് that Jesus Christ is Lord. നിങ്ങളുടെ കർത്താവാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മുഴുവൻ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എന്റെ കർത്താവിനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അവൻ എന്റെ ഉള്ളിൽ വസിക്കുന്നെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഡു യു ബിലീവ് ഐ എം എ ചൈൽഡ് ഓഫ്, ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിന്റെ പകരക്കാരായിട്ട് ഞാൻ ഈ ഭൂമിയിൽ നടക്കുകയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നോക്ക്, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന്, യു വിൽ ബി എ മിറക്കിൾ. ആൻഡ് നിങ്ങൾ എവിടെ എന്ത് പറയുന്നോ അവിടെ നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കാണും. നിങ്ങൾക്ക് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. താൻ കൽപ്പിച്ചപ്പോൾ 3 ആണ്ട് മഴ പെയ്തില്ല, പിന്നെ കൽപ്പിച്ചപ്പോൾ മഴ പെയ്തു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. നോക്ക്, ഏലിയാവ് ദൈവത്തിന്റെ ദാസനായിരുന്നു. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അതിനേക്കാൾ സൂപ്പർ പദവിയിലാണ് കർത്താവിനെ നിങ്ങളെയും ആക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അധികാരം, അതോറിറ്റി. പഴയ നിയമത്തിൽ കാണുന്ന ദൈവത്തിന്റെ ഷെക്കേന ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരുന്ന ഷെക്കേനയാണ്. എന്നാൽ ഇന്ന് നോക്ക്, വി ആർ ദി ടെമ്പിൾ ഓഫ് ഗോഡ്. മന്ദിരമാണ്. ഇതിന്റെ അകത്തായി ഇറങ്ങുന്നത്. ഈ ശരീരത്തിന്റെ അകത്തായി, ഈ മൺകൂടാരത്തിന്റെ അകത്താണ് കർത്താവിന്റെ മഹത്വം ഇറങ്ങുന്നത്. ദൈവമക്കളെ, ഒന്നിനും കുറവ് വരുന്നില്ല. ബിലീവ് ആൻഡ് ഗോ ഫോർവേഡ് ആൻഡ് സ്പീക്ക് ഔട്ട് വാട്ട് യു വാണ്ട് ടു സീ. കാണേണ്ടത് പറയാൻ തുടങ്ങണം. നിങ്ങൾ പറയുന്നത് that becomes the rule. നിങ്ങൾ എന്ത് വിളിച്ചു പറയുന്നോ അതൊരു നിയമമായി മാറും. സോ ഇന്ന് പകൽ പറയാൻ തുടങ്ങി. സംസാരിക്കാൻ പ്രാർത്ഥന മാത്രം പോരാ, നിങ്ങളുടെ സംസാരം കൂടെ വേണം. ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ചിലതൊക്കെ ഒന്ന് കമാൻഡ് ചെയ്ത്, ചിലതൊക്കെ ഒന്ന് ലെറ്റ് ഇറ്റ് കം ടു പാസ്, ചിലരൊക്കെ ജീവിതത്തിലോട്ട് അത് വരട്ടെ എന്ന് ഒന്ന് കൽപ്പിക്കാൻ പോവുകയാണ്. അത് സാമ്പത്തികമായിരിക്കാം, ആരോഗ്യമായിരിക്കാം, ചിലതൊക്കെ കൽപ്പിക്കുക. ആൻഡ് കാസ്റ്റ് ഔട്ട് എവരി ഡിമൺ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും, അത് ഫിനാൻസ് ആണെങ്കിലും കുടുംബജീവിതം ആണെങ്കിലും എന്താണോ അതിനെ എന്ത് ചെയ്യുക? കാസ്റ്റ് ഇറ്റ് ഔട്ട്. യേശുവിന്റെ നാമത്തെ തോസുകാർ ഇടയ്ക്ക് പറയും, പിശാചിനെ പിശാചെന്ന് തന്നെ വിളിക്കണം. പിശാചിനെ നമ്മള് എന്നാ തോസുകാർ ഒരു സിസ്രോഫീനിയ എന്ന് വിളിക്കരുത്. പിശാചിനെ സിസ്രോഫീനിയ എന്ന് വിളിക്കരുത്. പിശാചിനെ എന്ത് ചെയ്യണം? പിശാചെന്ന് തന്നെ വിളിക്കണം. അവന്റെ പേര് വിളിച്ചാലേ അവൻ അറിയത്തുള്ളൂ. എന്നെ ഇപ്പൊ റജി എന്ന് വിളിച്ചാലേ ഞാൻ നോക്കത്തുള്ളൂ, അല്ലെ? എന്നെ തോമാച്ച എന്ന് വിളിച്ചാൽ ഞാൻ നോക്കൂ? എന്നെ തോമാച്ച എന്ന് വിളിച്ചാൽ നോക്കത്തുള്ളൂ, റജി എന്ന് വിളിച്ചാലേ നോക്കത്തുള്ളൂ.
എങ്ങനെയാണെങ്കിൽ ആ പിശാചെ കടക്ക് പുറത്ത്, എന്റെ വീട്ടിൽ നിന്ന് കടക്ക് പുറത്ത്, എന്റെ സാമ്പത്തിക വി ആർ ഗോയിങ് ടു കമാൻഡ്. ഇന്ന് രാവിലെ നോക്ക്, നിങ്ങളുടെ വിഷയത്തിന് നിങ്ങളുടെ വാക്ക് ആവശ്യം. അങ്ങനെയാണ് ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. യു ഹാവ് ടു കമാൻഡ്. നിങ്ങൾ കൽപ്പിക്കണം. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഈ പ്രയർ ലീഡ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. യു ഹാവ് ടു കമാൻഡ്. ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വാസത്തോടെ നീങ്ങി കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ വി ആർ ഗോയിങ് ടു പ്രേ. ആ കേട്ട വചനത്തിന്റെ മുമ്പിൽ ഇന്ന് ഒന്ന് ധൈര്യപ്പെട്ടെ, ഒന്ന് ബലപ്പെട്ടെ. ഇന്ന് നിങ്ങളുടെ വിഷയത്തിന്റെ അവസാനമാണ്. ഇന്ന് ആ പ്രതികൂലം തീരാൻ പോവുകയാണ്. ഇന്ന് ആ രോഗം സൗഖ്യമാകാൻ പോവുകയാണ്. ഇന്ന് ആ സാമ്പത്തിക വിഷയത്തിന്റെ അകത്ത് കർത്താവ് ഒരു വഴി തുറക്കാൻ പോവുകയാണ്. ഇന്ന് ആ പ്രതിസന്ധി നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറും. ഇന്ന് ആ മല നീങ്ങി കടലിൽ പോയി ചാടും. ഇന്ന് ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. ഇന്ന് ചില വഴികൾ കർത്താവ് തുറക്കും. ഇന്നൊന്ന് വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചേ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനത്തിന് മുമ്പാ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, ചില പ്രതികൂലത്തോടൊക്കെ പറയുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. ഓരോ മക്കൾക്കും ഹല്ലേലൂയ രോഗത്തോടെ യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തിൽ നിന്ന് മാറുവാൻ കൽപ്പിക്കാനുള്ള കൃപ കൊടുക്കണമേ. പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. പലതിനെ ഭയപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഇതെന്നോട് എന്ത് ചെയ്യുമെന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഞാൻ ഈ വിഷയത്തിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ കാര്യം ഓരോരുത്തരെയും തുടരണം. ധൈര്യത്തിന്റെ ആത്മാവിനെ ഓരോരുത്തരുടെ മേലെ പകരുവാൻ യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗത്തിന്റെ ബന്ധനങ്ങളും അഴിയട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. അത്ഭുത വിടുതലുകൾ സൗഖ്യങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗാത്മാവും ശരീരത്തിന്റെ വെളിയിലേക്ക് വരുവാൻ കൽപ്പിക്കുന്നു. വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. കടഭാരങ്ങൾ മാറട്ടെ. അസമാധാനങ്ങൾ മാറട്ടെ. സന്തോഷം ഭവനത്തിൽ ഇറങ്ങി വരട്ടെ. സന്തോഷത്തിന്റെ ഹല്ലേലൂയ ആത്മാവിനെ ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു. ദേശങ്ങളിൽ, ഭവനങ്ങളിൽ സന്തോഷമുണ്ടാകട്ടെ. വ്യക്തികളിൽ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകട്ടെ. സന്തോഷമുണ്ടാകട്ടെ. എന്റെ കർത്താവിന്റെ കാര്യം ഓരോ മക്കളെയും തൊടുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കല്ലേ. ഞങ്ങൾ അധികാരമെടുക്കുകയാണ്. പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. ആ അധികാരത്തിന്മേലും പദവിമേലും ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിരോധമായി നിൽക്കുന്ന മുഴുവൻ പിശാചിന്റെ പ്രവർത്തികളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഴിക്കുകയാണ്. എല്ലാ രോഗത്തെയും യേശുവിൻ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുകയാണ്. ബന്ധനങ്ങൾ അഴിയട്ടെ. ഭൂതത്തിന്റെ പ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. എവരി സാറ്റനിക് ഇൻഫ്ലുവൻസ് ഐ കാസ്റ്റ് യു out in the name of Jesus, out of their bodies, out of their wealth, out of their finances, യേശുവിന്റെ നാമത്തിൽ out of their children, out of their education. യേശുവിന്റെ നാമത്തിൽ വിരോധമായി നിൽക്കുന്നത് സകലതും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വീഴാൻ കൽപ്പിക്കുകയാണ്. അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. ഭവനങ്ങളെ തൊടണമേ, വീടുകളെ തൊടണമേ, കുഞ്ഞുങ്ങളെ തൊടണമേ, സമ്പത്തിനെ തൊടണമേ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വലിയ നിറവ്, ഞാൻ വരുന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാനും സമൃദ്ധിയായി. യേശുവിന്റെ നാമത്തിൽ ദൈവികമായി സമൃദ്ധി ഉണ്ടാകട്ടെ, നിറവുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഐ കം ടു ഗിവ് യു ലൈഫ് ആൻഡ് ലൈഫ് ഇൻ ഫുൾ. യേശുവിന്റെ നാമത്തിൽ അതിന്റെ ഓപ്റ്റിമത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ വലിയ നിറവിൽ അവരനുഭവിക്കട്ടെ, അവർ ആ നന്മ അനുഭവിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിരോധമായി നിൽക്കുന്ന സകലത്തിനെയും ഐ ബൈൻഡ് യു, ഞാൻ നിന്നെ ബന്ധിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഐ കമാൻഡ് യു ടു ഗോ ഡൗൺ ഇൻ ടു ദ ഡെപ്ത്. സമുദ്രത്തിന്റെ ആഴത്തിലോട്ട് യേശുവിന്റെ നാമത്തിൽ പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കണം. ക്യാൻസറുകൾ, ആ ക്യാൻസറാൽ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ കൈവച്ചു യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ആ രോഗ ബന്ധനത്തെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അഴിച്ച് ഞാൻ പ്രാർത്ഥിക്കും. അഴിയട്ടെ. നീ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ അഴിക്കും. യേശുവിന്റെ നാമത്തിൽ അലർജി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ലിവറുകൾ സൗഖ്യമാകട്ടെ. തൈറോയിഡുകൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ഒരു ഡിവൈൻ ഹീലിംഗ് ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. കർത്താവെ, അവിടുന്ന് തൊടുന്നതിനായി സ്തോത്രം. അതുപോലെ സാമ്പത്തിക രംഗത്തിന്റെ മേൽ മഹത്വം ഇറങ്ങുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഓ, ഐ സീ ന്യൂ ഡോർസ് ഓപ്പണിംഗ്. യേശുവിന്റെ നാമത്തിൽ പുതിയ വഴികൾ തുറക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. കർത്താവിന്റെ കരം നീട്ടുന്നതിനായി നിറവ് വെളിപ്പെടുന്നതിനായി നന്ദി. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ പെരുകണമേ. അനുഗ്രഹിക്കാൻ പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. So God bless you, God bless you, God bless you. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. And share the video. നമ്മുടെ പ്രാർത്ഥന മാത്രം പോലെ നമ്മുടെ വാക്ക് വേണം. നെഗറ്റീവ് ഉള്ളതെല്ലാം പറയരുതേ. ആവശ്യമില്ലാത്ത എല്ലാം പറയും. ദൈവം കൈവിട്ട്, ഈ കർത്താവ് കൈവിട്ടാൽ പിന്നെ ആരോ.
കർത്താവ് കൈവിടത്തില്ല, തള്ളത്തില്ല. തന്റെ വചനത്തിന് നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, ഈ എപ്പോഴും ഈ ചില വിഷയങ്ങളൊക്കെ കാണുമ്പം കർത്താവിന്റെ വചനം ചൂണ്ടിക്കാണിച്ചിട്ട് കർത്താവിനോട് സംസാരിക്കണം. സോ കർത്താവെ, നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ സൗഖ്യമാക്കുന്ന കർത്താവാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരുന്നത് ജീവൻ തരാനാണെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐ വാണ്ട് ടു സീ ദറ്റ് ലൈഫ് ആൻഡ് ലൈഫ് ഇൻ ഫുൾ, ലൈഫ് ഇൻ അബണ്ടൻസ്. ഐ വാണ്ട് ടു സീ ദറ്റ് ലൈഫ് ഇൻ അബണ്ടൻസ്. കർത്താവിനോട് പറയണം. കർത്താവ് എന്ത് പറഞ്ഞോ, ടോക്ക് ഇറ്റ് ബാക്ക് ടു ഹിം. അത് തന്നെ കർത്താവിനോടൊന്ന് തിരിച്ചു പറഞ്ഞു നോക്കിക്കേ. യു വിൽ കം ഔട്ട് ഓഫ് യുവർ സിറ്റുവേഷൻ. അതിനകത്തൊന്ന് വെളിയിൽ വരും. So God bless you. Have a wonderful day. God bless you. God bless you. And share the video also. It will be a blessing to many people. അനേകർക്ക് അതൊരു അനുഗ്രഹമായിരിക്കും. So God bless you.